കുട്ടികളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള നമ്മുടെ ആർമിയുടെ റിസൾട്ട് നിലവിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമീൻ്റെ സൈറ്റിലാണുള്ളത്. ഇതിലേക്ക് കൂടുതൽ ആഴത്തിൽ കടക്കുന്നതിന് മുമ്പ് തുടക്കത്തിൽ പറയട്ടെ, നമ്മൾ സൈറ ത്രൂ ക്ലാസ് കൊടുത്താൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരുപാട് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, എല്ലാവരും പാസ്സായിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയധികം വൺ ശക്തികൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സൈറ നിലവിൽ ആക്റ്റീവ് അല്ലാത്തതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അത് നല്ല കോസ്റ്റ് ആയിട്ടുള്ള സംഭവം കൂടിയായിരുന്നു, നമ്മളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈഫ് ട്രാക്ക് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതും കുട്ടികൾക്ക് നല്ല രീതിയിൽ യൂസ് ആകുന്നുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. ചെറിയ എമൗണ്ടിനാണ് നമ്മൾ കൊടുക്കുന്നത്. സാധാരണ ഒരു ക്ലാസ് ആർമീൻ്റെയൊക്കെ ക്ലാസ് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല, തോന്നുന്നു 2000 രൂപയൊക്കെയാണ് അതിന് ചാർജ് വരുന്നത് കേരളത്തിൽ നിന്ന് തോന്നുന്നു. നമ്മൾ 499 രൂപയ്ക്കായിരുന്നു ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് എന്തായിട്ടുണ്ട്, കുട്ടികൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ പഠിച്ച് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടുമിക്ക ഈ 2000 രൂപക്ക് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു ചീപ്പ് റേറ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഹൈ ക്വാളിറ്റി ആയിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ് എടുത്തവർക്കറിയാം നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. ഒരുപാട് പേര് അതിൽ നിന്ന് പാസ്സായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പലരും PDF മെറ്റീരിയൽ വാങ്ങി പഠിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്, റിസൾട്ടേക്ക് കിടക്കാം. ഒരുപാട് കുട്ടികൾ പാസ്സായിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് പേര് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. മാത്രമല്ല അഗ്നിവീറിൽ കയറുന്നവർക്ക് അത് ഈ ഒരു നിമിഷത്തിൽ ഞാൻ പറയുകയാണ്, അഗ്നിവീറിന് 50% എന്ത് ചെയ്യുന്നുണ്ട്, റിസർവേഷൻ SSC GD പോലുള്ള പോസ്റ്റിൽ നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണ്, അങ്ങനെയാണ് മറ്റൊരു സുഹൃത്ത് കമൻറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ ആകുമ്പോൾ അവർ രാജ്യത്തിന് വേണ്ടി സേവനം നടത്തിയതല്ലേ, അതുപോലെ തന്നെ അവർക്ക് അത്രയും വർഷം അവിടെ 4 വർഷം അവിടെ സർവീസ് ചെയ്തതല്ലേ, അവർ പിന്നെ ഫിസിക്കലും എക്സാം ഒന്നും ഇല്ലാതെ ഇതിൽ തന്നെ കയറേണ്ടതല്ലേ എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ മറ്റുള്ള കുട്ടികളുടെ ആ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ നീറ്റിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് പലരും PSC കുറിച്ചൊന്നും സംസാരിക്കാത്തതെന്ന് ചോദിച്ചു. നമ്മളത് സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ സംസാരിക്കാതെ വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, SSC GDൻ്റെ നോർമൽ കുട്ടികളുടെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോം പേജിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും, ആ വീഡിയോ അവിടെ ലഭിക്കും. ഇന്ന് അഗ്നിവീറായിട്ട് കയറുന്നവർ, അഗ്നിവീറായിട്ട് 50% റിസർവേഷൻ കിട്ടുന്ന കുട്ടികളുണ്ടല്ലോ, അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം നിങ്ങൾ ഓൾറെഡി ആർമിയിൽ സർവീസ് ചെയ്തു. അവിടെ നിന്ന് സർവീസിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും SSC GD കയറി പോകുന്ന സമയത്ത് നിങ്ങളൊരു സോൾജറായിട്ട് ഫ്രം ദി ബിഗിനിങ് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ സീനിയോറിറ്റി എന്ത് ചെയ്യുന്നത്, സീനിയോറിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീനിയോറിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവും. കാരണം അത്രയും വർഷം സർവീസ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ നമ്മളെപ്പോലെ ഇപ്പം തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ കയറുമ്പോൾ അവരുടെ കൂടെ തന്നെ കയറിയിട്ട് വളർന്ന് മുമ്പോട്ട് പോകണം. അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അതിലെന്തൊക്കെ മാറ്റം കൊണ്ടുവരികയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നല്ലത് തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു ജോലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. കുറച്ചധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. നല്ലതെന്ന് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോരായ്മകൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അഗ്നിവീർ കുട്ടികൾ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ സംസാരിച്ചത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ പോരായ്മകൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ബാംഗ്ലൂർ ZIROൻ്റെ കീഴിലുള്ള കാലിക്കറ്റ് IROൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അഗ്നിവീറിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. 28 ജൂലൈ ഇന്നാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മംഗളൂരു റിലീസ് ചെയ്ത് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ IROൻ്റെ ZIROൻ്റെ കീഴിലുള്ള, പിന്നെ ട്രിവാൻഡ്രം ARO, നമ്മുടെ തിരുവനന്തപുരം AROൻ്റെ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു PDF എന്ന് പറയുന്ന ഓപ്ഷൻ, സൈറ്റിൽ കയറിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. എങ്ങനെ ഇതിൽ എത്താന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാണിക്കാം. അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, റാലിക്ക് വേണ്ടിയിട്ടുള്ളത്. റാലിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ നിങ്ങളിലേക്ക് അറിയിക്കാം കേട്ടോ. ഇത്തവണ ആർമിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ഡിലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് IROൻ്റെ ആണ് കേട്ടോ, നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ് IROൻ്റെ ആണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അഗ്നിവീർ ജനറൽ ഡ്യൂട്ടീൻ്റെ റിസൾട്ട് ഇവിടെ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ കുറച്ചധികം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ PDF ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. 55 പേജിലോളം വന്നിട്ടുള്ള ലിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അഗ്നിവീർ ടെക് വന്നത് കണ്ടോ, ഇങ്ങനെ PDFൻ്റെ ഓരോ ഭാഗത്തായിട്ട് ഓരോരോ ട്രേഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വുമൺ മിലിറ്ററി പോലീസ് അതും വന്നിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റ് IROൻ്റെ കീഴിലുള്ള വുമൺ മിലിറ്ററി WMP വന്നിട്ടുണ്ട്, അതും വന്നിട്ടുണ്ട്. സോ നിങ്ങൾ നമ്മുടെ മെറ്റീരിയൽ വാങ്ങി പഠിച്ചിട്ട് യൂസ് ആയിട്ടുണ്ടായത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നോക്കാമെന്നുള്ള കാര്യത്തിലേക്കും കൂടി നമുക്ക് കടക്കാം. സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആർമീൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക, ആർമീൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യാനുള്ളത്. ഇവിടെ കാണുന്നത് എന്താണോ അത് ഇവിടെ കൃത്യമായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്ത് എൻ്റർ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കയറാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സോ അങ്ങനെ നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മൾ എത്തുന്നുണ്ടാവുക. ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ JCO ഓർ അഗ്നിവീർ എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് CEE റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്.
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റിസൾട്ടിൻ്റെ നമ്മൾ നേരത്തെ തുറന്ന ടാബ് വന്നിട്ടുണ്ട്. അവിടെ 28 ജൂലൈയിൽ വന്നിട്ടുള്ളതിൽ നമുക്ക് കാലിക്കറ്റ് എയറോൻ്റെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് 28 ജൂലൈയിൽ റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ഓരോന്ന് കാണാൻ സാധിക്കും. തിരുവനന്തപുരം എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇപ്പം പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ആകും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റിന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി.